എല്ലാവർക്കും ഡ്രാമ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 3ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലിന്നിനെയും ചെങ്ങിനെയാണ്. ചെങ്ങിന് പെട്ടെന്നൊരു വേദന പോലെ അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് എണീക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു റിപ്പോർട്ടറെ കണ്ടതുകൊണ്ട് കർട്ടൻ ഇടാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലിന്ന് നോക്കുന്നുണ്ടെങ്കിലും, നീ ഒരു റിപ്പോർട്ടറാണോ ഫാനാണോ എന്നൊന്നും എനിക്കറിയണ്ട, നിൻ്റെ ക്യാമറയുടെ ഡേറ്റ കാർഡ് തന്നിട്ട് പൊക്കോളം പറയുകയാണ് ചെങ്ങ. വേറെ വഴിയില്ലാതെ അത് കൊടുത്തിട്ട് സ്ഥലം വിടുകയാണ് ലിന്ന്. അടുത്ത സീനിൽ ചെങ്ങിനെയും അസിസ്റ്റൻറ്റിനെയാണ് കാണിക്കുന്നത്. നേരത്തെ ലിന്ന് അടുത്തുണ്ടായിരുന്നപ്പോൾ വന്ന കൈവേദനയ്ക്ക് മരുന്ന് പരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെങ്ങ. അതേസമയം ഹോങ് ഒരു ബാറിലുണ്ടെന്ന് പറയുകയാണ് അസിസ്റ്റൻറ്റ്. അടുത്ത സീനിൽ ബാറിൽ ഹോങ് ഉള്ളതുകൊണ്ട് അവിടെ പോയിരിക്കുന്ന ചെങ്ങിനെയാണ് കാണിക്കുന്നത്. അതേസമയം ചെങ്ങിന് ഹോങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു ചെങ്ങ. ഹോങ്ങിൻ്റെ കൈ കൺട്രോൾ ചെയ്ത് മുന്നിലിരുന്ന പെൺകുട്ടിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുകയാണ് ചെങ്ങ. അടിച്ചത് ചെങ്ങാണെങ്കിലും ഹോങ്ങിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ പെണ്ണ് എണീറ്റുപോയി. എന്താണ് സംഭവിച്ചതെന്ന് ഹോങ്ങിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൻ അവിടുന്ന് പോയ ശേഷം അവൻ ഉപയോഗിച്ച ഗ്ലാസ്സിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് എടുക്കുകയാണ് ചെങ്ങ. ബാറിൽ നിന്നിറങ്ങിയ ഹോങ്ങിനെയും കാത്ത് ലിന്ന് വെളിയിൽ നിന്നിപ്പുണ്ടായിരുന്നു. ലിന്ന് അന്നേരം ഹോങ്ങിനോട് അവളുടെ ക്രെഡിറ്റ് കാർഡ് തിരികെ ചോദിക്കുമ്പോൾ, ചെങ്ങ് കാരണം എൻ്റെ പേര് വരെ മാറ്റേണ്ട വന്ന അവസ്ഥ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഈ പറയുന്നതൊക്കെ ചെങ്ങും അവിടെ മാറിയെന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സീനിൽ ചെങ്ങ് ഹോങ്ങിൻ്റെ ഫിംഗർ പ്രിൻറ്റുമായി തൻ്റേത് മാച്ചാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതോടുകൂടി ആ ലോകത്തിലെ ചെങ്ങ് തന്നെയാണ് ഹോങ് എന്നും അവന് ഉറപ്പിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷമാണ് ഹോങ്ങിൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞത്. ഞാൻ പോയ അവൻ്റെ ലൈഫ് പഴയ പോലെയൊക്കെ ആവുമോ? അല്ലെങ്കിൽ ഇനി എൻ്റെ വേദന അനുഭവിക്കാനുള്ള കഴിവൊക്കെ തിരിച്ചു കിട്ടിയാലോ എന്നൊക്കെ അവൻ ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ ഷൂട്ടിന് റെഡിയായി നിൽക്കുന്ന ചെങ്ങിനെ മിയാണ് കാണിക്കുന്നത്. മിയ ലിന്നിനെ ക്യാമറ നോക്കിയിട്ട് ഏൽപ്പിച്ച ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെ വഴക്ക് പറയുകയാണ്. നീയേ എൻ്റെ അസിസ്റ്റൻ്റാണ്, ഞാൻ പറയുന്നതൊക്കെ കേട്ട് അതേപോലെ തന്നെ ഭംഗിയായി ചെയ്തോണം എന്നൊക്കെ ലിന്നിന് ഓർഡർ കൊടുക്കുകയാണ് മിയ. ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ ലിന്നിന് അവരുടെ കപ്പിൾ ഫോട്ടോസ് പോലെ എടുക്കാനായിട്ട് ചെങ്ങിൻ്റെ അടുത്ത് ക്ലോസ് ആയി നിൽക്കുകയാണ് മിയ. ഇത് കണ്ട ഡയറക്റ്റ് വന്നിട്ട് ഇങ്ങനൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അടുത്ത സീനിലും ഇങ്ങനെ തന്നെ മിയ ചെയ്യുന്നത് കണ്ടിട്ട് തൽക്കാലം കട്ട് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് ഡയറക്ടർ. റെസ്റ്റ് എടുക്കാനായിട്ട് ചെങ്ങും മിയ അവിടെ നിന്ന് മാറുമ്പോൾ ചെങ്ങിൻ്റെ മേലേക്ക് വീഴാൻ പോകുന്ന പോലെ വരികയാണ് മിയ. പക്ഷേ ചെങ്ങിൻ്റെ മേലേക്കല്ല, മറിച്ച് നിലത്തോട്ടാണ് മിയ വീഴുന്നത്. ഇത് കണ്ടുകൊണ്ട് അയ്യോ വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി വരുന്ന ലിന്നിനെ വീണതിൻ്റെ ചമ്മലിൽ മിയ തള്ളിയിടുകയാണ്. അന്നേരം മിയ ഒട്ടും പ്രതീക്ഷിക്കാതെ ലിന്ന് ചെന്ന് വീഴുന്നത് ചെങ്ങിൻ്റെ കയ്യിലേക്കാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത മിയ അവിടെ നിന്ന് പോവാണ്. അതേസമയം മിയ നിന്നെ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് തൻ്റെ നമ്പർ ലിന്നിൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ചെങ്ങ. ലിന്നിൻ്റെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഒരു പെൺകുട്ടിയുടെ പടം വെച്ചതിന് ശേഷം ഹോങ്ങിന് റിക്വസ്റ്റ് ഇടുന്ന ചെങ്ങിനെയാണ്. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ഹോങ്ങിനോട് നിങ്ങളെ കാണാൻ നല്ല ഹാൻസം ആണല്ലോ, നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെങ്ങ. കൂടാതെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ തൻ്റെ തന്ന പോലെ അയച്ചു കൊടുക്കുകയും ചെയ്യാണ് ചെങ്ങ. ഫോട്ടോ കൂടെ കണ്ടതോടെ ഹോങ്ങിന് ഡബിൾ ഓക്കെ ആയി. ഒരു ഹോട്ടൽ റൂമിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വരാൻ പറഞ്ഞുകൊണ്ട്. കുറച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടി വന്നു കാണുമെന്നൊക്കെ ഓർത്ത് അങ്ങോട്ടേക്ക് പോകുന്ന ഹോങ്ങിനെയാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുന്ന അവൻ കാണുന്നത് സോഫയിലിരിക്കുന്ന ചെങ്ങിനെയാണ്. ഞാനാണ് നിനക്ക് മെസ്സേജ് അയച്ചത് എന്നൊക്കെ പറയുകയാണ് ചെങ്ങ. കൂടാതെ ഹോങ്ങിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും അവനോട് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെങ്ങ. ഹോങ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെങ്ങ വേറൊരു കാര്യം കൂടി പറയുകയാണ്. വലിയൊരു തുക ഹോങ്ങിന് വേണ്ടി ഓഫർ ചെയ്ത ശേഷം ചെങ്ങിന് പകരം അവൻ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ഹോങ് ചെയ്യണം എന്ന് പറയുകയാണ് ചെങ്ങ. പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഹോങ്ങിന് പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. വലിയ ഫാൻ ബേസ് ഉള്ള ഒരു സെലിബ്രിറ്റി ആയ തൻ്റെ ഐഡൻറ്റിറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നിബന്ധനകളൊക്കെ വെക്കുകയാണ് ചെങ്ങ. ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് പൈസ വാങ്ങാനൊന്നും നോക്കരുത്, നിൻ്റെ ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് എന്നെ നീ പ്രശ്നത്തിലാക്കരുത്, ഞാൻ പറയുന്ന പോലെ മാത്രമേ ചെയ്യാവുള്ളൂ, കൂടാതെ മറ്റുള്ളവർ നീ ചെങ്ങല്ല എന്ന് ഒരു കാരണവശാലും മനസ്സിലാക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോങ്ങിൻ്റെ അഭിനയം ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പോയിരിക്കുന്ന ചെങ്ങനെയാണ്. അപ്പോൾ അതിലേ പോകുന്ന 2 പെൺകുട്ടികൾ അത് ചെങ്ങാണെന്ന് കരുതി ഓട്ടോഗ്രാഫ് വാങ്ങാൻ വരികയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇത് അവിടോട്ട് വന്ന ലിന്ന് കാണുകയാണ്. ഒരു നിമിഷം അവിടെ ഇരിക്കുന്ന ചെങ്ങാണെന്ന് കരുതി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് ലിന്ന്. പക്ഷേ അടുത്ത് ചെന്ന ഉടനെ അത് ഹോങ് ആണെന്ന് മനസ്സിലാവുകയാണ് ലിന്നിന്. നീ എന്തിനാ ചെങ്ങാണെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ എന്താവശ്യമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാണ് ലിന്ന്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്,
എന്താ നിങ്ങൾക്ക് എൻ്റെ ഓട്ടോഗ്രാഫ് വേണോ എന്നൊക്കെ ചെങ്ങിനെ പോലെ സംസാരിക്കുകയാണ് ഹോങ്. പക്ഷെ ലിന്നിൻ്റെ അടുത്തുണ്ടോ ഇത് കേൾക്കുന്നു. അവൾ കൈയോടെ പൊക്കുകയാണ്. എന്നാലും ഇവളിതെങ്ങനെ എന്നെ കണ്ടുപിടിച്ചു എന്ന് അവിടെ ഇരിക്കുന്ന ചെങ്ങിനോട് പറയാണ് ഹോങ്. അതേസമയം ഏത് ഇരുട്ടത്ത് വന്നു നിന്നാലും നിന്നെയും ചെങ്ങിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ചെങ്ങിന് നിന്നെപ്പോലെ പെൺകുട്ടികളെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനാണ് ഡീസൻ്റാ എന്നൊക്കെ പറയാണ് ലിന്ന്. അതേസമയം ഞാനിവിടെ വെറുതെ വന്നിരുന്നതാ, ചെങ്ങിൻ്റെ ഫാൻസ് ചെങ്ങാണെന്ന് കരുതി എൻ്റെ കൂടെ വന്ന് ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുക്കുകയോ ഓട്ടോഗ്രാഫ് ചോദിക്കുകയൊക്കെ ചെയ്തതാ എന്നൊക്കെ പറയാണ് ഹോങ്. എന്താണെങ്കിലും എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു, ഞാൻ വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ലിൻ. അതേസമയം ഹോങ്ങിൻ്റെ കൂടെ കോളിലുണ്ടായിരുന്ന ചെങ്ങ് ഇത് കേട്ടിട്ട് നീ പോവല്ലേ, നിനക്ക് വേറെ ജോലിയുണ്ട് എന്ന് ഹോങ്ങിനോട് പറയാണ്. അതിനുശേഷം ചെങ്ങിൻ്റെ ഈ ആൾമാറാട്ടത്തെപ്പറ്റി അറിയാവുന്ന അസിസ്റ്റൻ്റ് ഹോങ്ങിന് വേണ്ടി ചെങ്ങിൻ്റെ പോലത്തെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് ഹോങ്ങിനെ ചെങ്ങിനെ പോലെ ആക്കാൻ നോക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലിന്നിനെയും അവളുടെ സീനിയർ കൊളീഗിനെയാണ്. ഇതെന്ത് വർക്കാണ്, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഗോസിപ്സ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് സീനിയർ കൊളീഗ്. ചെങ്ങും മിയയും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നും ഷൂട്ടിൻ്റെ ഒക്കെ സമയത്ത് ചെങ്ങുമായിട്ട് ക്ലോസ് ആവാൻ മിയ നോക്കിയെങ്കിലും അങ്ങനെ ഒന്നും നടന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചെങ്ങിനെ സപ്പോർട്ട് ചെയ്യാണ് ലിന്ന്. ചെങ്ങിന് മോശം വരുന്ന രീതിയിൽ ന്യൂസിലൊന്നും എഴുതരുതെന്നും ഗോസിപ്സ് ഒന്നും എഴുതി ചേർക്കരുതെന്നും സീനിയർ കൊളീഗിനോട് പറയാണ് ലിന്ന്. അടുത്ത സീനിൽ വീട്ടിലിരിക്കുന്ന ലിന്നിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ബാങ്കിലെ മെസ്സേജ് ആയിരുന്നു. പക്ഷേ എന്നത്തെയും പോലെയല്ല, ഇത്തവണ ഹോങ് ലിന്നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പൈസയുടെ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. അതേസമയം ലിന്നിൻ്റെ വീട്ടിലേക്ക് ചെങ്ങിൻ്റെ വളരെ വലിയൊരു ഫാനും ലിന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ചൂ വരികയാണ്. ഗോസിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെങ്ങിൻ്റെ ന്യൂസ് ലിന്നിൻ്റെ പേരിൽ വന്നത് കണ്ട് ദേഷ്യം വന്നിട്ടാണ് ചൂ അവിടേക്ക് വന്നത്. ഇത് ഞാനൊന്നും അല്ല എഴുതിയത്, എൻ്റെ പേരിൽ എൻ്റെ കൊളീഗ്സ് എഴുതുന്നതാണ്, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ പറയാണ് ലിന്ന്. ശരി, എനിക്കറിയാം നീ ചെങ്ങിൻ്റെ നല്ലൊരു ഫാനാണെന്ന്, ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കാം എന്ന് പറയുന്ന ചൂനോട് എല്ലാത്തിനും കുഴപ്പക്കാരനാണ് ഹോങ് ആണെന്നും അവനില്ലായിരുന്നെങ്കിൽ ഈ ജോലി തന്നെ ഞാൻ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ലിന്ന്. അവൻ എവിടെയുണ്ട്, അവനെ ഒന്ന് കണ്ടിട്ട് വേണം നല്ലത് രണ്ടെണ്ണം പൊട്ടിക്കാൻ എന്നൊക്കെ പറയാണ് ചൂ. ഹോങ് എയർപോർട്ടിലുണ്ടോ മനസ്സിലാക്കുന്ന അവർ ചെങ്ങു അവിടെ തന്നെ ഉണ്ടല്ലോ എന്നാലോചിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് ലിന്ന. ലിന്നിൻ്റെ പേരിൽ ചെങ്ങിൻ്റെ ന്യൂസ് പുറത്ത് വന്നതുകൊണ്ട് തന്നെ മറ്റു ഫാൻസിൻ്റെ ഒന്നും കണ്ണിപ്പെടാതിരിക്കാനായിട്ടാണ് അവൾ മാസ്ക് വെച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ കാണുന്നത് ചെങ്ങിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഹോങ്ങിനെയും അസിസ്റ്റൻ്റ് ചെക്കനെയാണ്. പുറകെ തന്നെ ഹോങ് ആയിട്ട് മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്ന ചെങ്ങിനെയും കാണാം. ഹോങ് ആയി നിൽക്കുന്ന ചെങ്ങിനെ കണ്ടിട്ട് നിൽക്കുന്ന ലിന്നിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.